ഫെലിക്സ് ഉള്ളത് ചൂരൽമലയിലാണ്. ഫെലിക്സ്, ഇന്നലെ ഏറ്റവും ആദ്യം രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചത് ചൂരൽമലയിലാണ്. അതുകൊണ്ട് അവിടെ അല്പം പറയുകയാണെങ്കിൽ ഇനി ഒരു കാഷ്വാലിറ്റി ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിലവിൽ നിൽക്കുന്നത്. എപ്പോൾ അവിടെ തെരച്ചിൽ പുനരാരംഭിക്കും? സൈന്യം എന്താണ് പറയുന്നത് ഫെലിക്സ്? ഏറ്റവും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നത്, അതായത് കാണാതായ കുറേ ആളുകളുണ്ട്. 135 മൃതദേഹങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോഴും എത്ര പേരെ കാണാതായെന്നോ കാണാതായവർ എവിടെയൊക്കെ ഉണ്ടെന്നോ എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. ഏതായാലും നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് രാവിലെ തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് പുഴ. ഈ പുഴയാണ് രണ്ടായി വന്ന് ഈ വീടുകളിലേക്ക് മണ്ണും കല്ലും ചെളിയും ഒക്കെയായി ഇരച്ചു കയറുകയും ഇത്രയധികം ആളുകൾക്ക് ചൂരൽമലയിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. നമ്മൾ കാണുന്ന ഈ വടം ഇങ്ങനെ കയർ കെട്ടിയാണ് തൊട്ടപ്പുറത്തുനിന്ന് ഇവിടേക്ക് ചൂരൽമലയിലേക്ക് ആ ഭാഗത്തു നിന്നും ആളുകളെ ഈ വടം കെട്ടി കയറ് കെട്ടി ഇതിലൂടെയാണ് ഇവിടേക്ക് എത്തിച്ചത്. മുണ്ടക്കൈ എന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ലായിരുന്നു. പാലം ഇവിടെയായിരുന്നു പാലം ഉണ്ടായിരുന്നു. പാലം പൂർണ്ണമായും നശിച്ചുപോയി. അതിനുശേഷം അവിടെയുള്ള ആളുകളൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഈ വടം കെട്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കും. സൈന്യമുണ്ട്, ഒപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുണ്ട്. അങ്ങനെ ഫയർഫോഴ്സിൻ്റെ അടക്കം സാന്നിധ്യത്തിൽ പ്രധാനപ്പെട്ട പരിശോധന ഇന്ന് നടക്കുക മടിക്കയിൽ തന്നെയായിരിക്കും. കാരണം അവിടെ മുണ്ടക്കൈയിലായിരിക്കും. കാരണം മുണ്ടക്കൈയിൽ എത്ര പേരെ അവിടെ നിന്ന് കിട്ടാനുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. അതുകൊണ്ട് പരമാവധി അവിടെ എത്തി അവിടെയുള്ള ആളുകളെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. സമീപകാലത്തൊന്നും നാം കണ്ടിട്ടില്ലാത്ത, കേരളം അനുഭവിച്ചിട്ടില്ലാത്ത അത്ര വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. അതിൻ്റെ അവശേഷിപ്പുകൾ നമുക്കിവിടെ എത്തിയാൽ കാണാൻ കഴിയും. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ മഴ മാറി നിന്നിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. പക്ഷേ പൂർണ്ണമായും അന്തരീക്ഷം അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. മേഘാവൃതമാണ്. ഏതു സമയത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പരമാവധി ആളുകളെ, ഇനിയിപ്പോൾ കണ്ടെത്താനുള്ള ആളുകൾ എത്രയും വേഗം കണ്ടെത്തുക എന്നതാണ്. നേരത്തെ റിസോർട്ടിലുമൊക്കെ തന്നെ അഭയം പ്രാപിച്ചവരെയൊക്കെ തന്നെ തിരികെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം കാണാതായ നിരവധി ആളുകളുണ്ട്. പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കുട്ടികളെ കാണുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പരിക്കേറ്റവർ പലരും ആശുപത്രികൾ വെച്ചൊക്കെ പറയുകയുണ്ട്. അപ്പോൾ ആ ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തുകയാണ് പ്രാഥമിക ലക്ഷ്യം. അതിനായി കുറച്ചുകൂടി സജ്ജീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മണ്ണുമാന്തി യന്ത്രങ്ങൾ, കുറച്ചുകൂടി സൗകര്യമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഞാനത് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മള് മുണ്ടക്കൈയിലേക്ക് ഫെലിക്സ് പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമായും ആ പാലം തകർന്നതോടെ മുണ്ടക്കൈ ഒറ്റപ്പെട്ടു പോയിരുന്നു. എത്രത്തോളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് കുടുങ്ങിക്കിടക്കുന്നത്, ആ കാര്യങ്ങളുമായി നമുക്ക് കൃത്യമായൊരു ധാരണയില്ല. ഇപ്പോഴും വലിയ യന്ത്രോപകരണങ്ങൾ മുണ്ടക്കൈയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അപ്പം അവിടെയുള്ള തെരച്ചിൽ അത് ഇന്ന് ഏത് രീതിയിലായിരിക്കും? മണ്ണ് മാന്തിയൊക്കെയുള്ള തെരച്ചിൽ ഇന്ന് സാധ്യമാണോ? ഉപകരണങ്ങൾ എത്തിച്ച് ഫെലിക്സ്, ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ സൈന്യം എത്തുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രാഥമിക ഘട്ടം ഇവിടേക്കൊരു താൽക്കാലിക പാലം നിർമ്മിക്കുക എന്നതാണ്. നേരത്തെ ഒരു പാലം നിർമ്മിച്ചു, പക്ഷേ കുറച്ചുകൂടി ശക്തമായൊരു പാലം നിർമ്മിക്കും. അതിനുശേഷമായിരിക്കും ഇവിടേക്ക് കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കുക. പക്ഷേ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുക എന്നത് വളരെ ദുസ്സഹമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രയാസകരമാണ്, ദുഷ്കരമാണ്. അങ്ങോട്ടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ വരെയും, അത് ചൂരൽമല വരെയാണ് എത്തിയിട്ടുള്ളത്. ഇനി മുണ്ടക്കൈ വരെ എത്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയതും വെല്ലുവിളി നിറഞ്ഞതുമാണ്. അതുകൊണ്ട് അത് അത്ര എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൈന്യവും ദുരന്ത നിവാരണ സേനയും ഒക്കെ തന്നെ അവിടെ എത്തി NDRFൻ്റെ പ്രത്യേകിച്ചും അവരുടെ സഹായത്തോടു കൂടി തന്നെ കൂടുതൽ പേരെ കണ്ടെത്തുക എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലെ അഭയം പ്രാപിച്ചവരൊക്കെ തന്നെ തിരികെ അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് വടം കെട്ടിയും പാലത്തിലൂടെയൊക്കെ തന്നെ താൽക്കാലികമായി പാലം നിർമ്മിച്ചു അതിലൂടെയൊക്കെ തന്നെ ആളുകളെ ഈ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് നിന്നും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കാണാതായ ആളുകളുണ്ട്. അവരെ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഇങ്ങനെ ഈ മണ്ണിലൊക്കെ പുതഞ്ഞു പോയിട്ടുണ്ടാകാം, അങ്ങനെ പലയിടങ്ങളിലായിട്ടുണ്ടാകാം. അവരെ പരമാവധി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ നേതൃത്വം നൽകാനുള്ള തീരുമാനം, അല്ലെങ്കിൽ അവരെ കണ്ടെത്തുക എന്നൊരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും ഇന്ന് ഏതായാലും നടക്കുക. ഏതായാലും
ഇവിടെ നമ്മൾ ഫെലിക്സ് ആണ് ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് ഇപ്പം ഫെലിക്സ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. വെളിച്ചം വീണ് തുടങ്ങിയിട്ടില്ല. ഒരു 7 മണിയോടുകൂടി അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ സൈന്യം തെരച്ചിൽ പുനരാരംഭിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്.